വാക്കിനും അതിനായിട്ടുള്ള ശക്തിയുണ്ട്. അരാമൈക്കില് നമ്മൾ പറയുന്ന പോലെ വചനത്തിന് ഇരുവായുള്ള തലയുള്ള വാളെന്നല്ലേ നമ്മൾ പറയുന്നത്. double-edged sword. A word of God is like a double-edged sword. ഇതിന് അരാമൈക്കിലെ ബൈബിളിനകത്ത് കൊടുത്തേക്കുന്ന മീനിങ് ഇങ്ങനെ വീശുമ്പം ഇങ്ങേപ്പറ പാസ്റ്ററിനെ വെട്ടും അങ്ങേപ്പറം നിങ്ങളെ വെട്ടും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതുവരെ വ്യാഖ്യാനിച്ചത്. പക്ഷെ അരാമയക്കാര് യേശു കർത്താവിന്റെ കാലഘട്ടത്തിലുള്ള കാർക്ക് ഈ അരാമൈക്ക് ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ വീശുമ്പം ഇങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെ തുറന്ന് എനിക്കും എന്നല്ല. The word that comes out of mouth, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാള് ദൈവം ഒന്ന് പറയുന്നു, അതേ വാക്കിനെ ഞാൻ ആവർത്തിച്ച് പറയുമ്പോഴാണ് അത് ഇരുവായി തലയുള്ള വാളാകുന്നതെന്ന്. എങ്ങനെ ഇരുവായി തലയുള്ള വാളാകുന്നത്? ഞാൻ നല്ല പ്രസംഗം കേട്ടു, so what, nothing is going to happen. ഞാൻ പ്രസംഗം കേട്ടു ശരി തന്നെയാ, but nothing is going to work. എന്തുകൊണ്ടാണ്? He spoke. Did you speak? ദൈവം സംസാരിച്ചു, അതേ വാക്കിനെ നീ നിനക്കായി എടുത്ത് നീ വെട്ടുമ്പോഴാണ് that becomes double-edged sword. ഇവിടെ വെച്ച് പറയാണ്, നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞ എല്ലാ വാക്കിനെയും അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൈയുടെ ബലം വെളിപ്പെടുന്നു പറയുമ്പോൾ യെസ് ആമേൻ, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കൈബലം വെളിപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ വചനം എന്താകുന്നു? മോണോയിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി നിന്ന് ഇപ്പം ഡബിൾ ആകുകയാണ്. രണ്ടുപേരെ അത് ഡബിൾ